നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പേരാമ്പ്രയിൽ കാർ കത്തി ഗർഭിണി മരിച്ച സംഭവത്തിൽ വലിയ ട്വിസ്റ്റ്. ചെറുവണ്ണൂർ കക്കറമുക്ക് റോഡിൽ വെള്ളിയാഴ്ച രാത്രിയായിരുന്നു ഓടിക്കൊണ്ടിരുന്ന കാറിൽ വലിയ സ്ഫോടന ശബ്ദം കേട്ടതും തീപിടുത്തമുണ്ടായതും. ചെറുവണ്ണൂർ കക്കറമുക്ക് പൂവത്തുംചാലിൽ രജിൻലാലിൻ്റെ ഭാര്യ സോനയാണ് തീപിടുത്തത്തിൽ മരിച്ചത്. കാർ കത്തിയതിൽ അടിപൊളി ദുരൂഹത. ഇപ്പോഴിതാ ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ. അതിനു പിന്നാലെ ഇതൊരാസൂത്രിത കൊലപാതകമായിരുന്നു എന്ന സംശയങ്ങൾ വർദ്ധിക്കുന്നു. കാറിൻ്റെ ഉൾവശമാണ് പൂർണ്ണമായി കത്തിയത്. പിൻസീറ്റും മുൻഭാഗവും കത്തി. എന്നാൽ ബോണറ്റിനുള്ളിലേക്ക് തീ പടർന്നിട്ടില്ല. തീപിടുത്തം എങ്ങനെ സംഭവിച്ചു എന്നറിയാൻ ഫോറൻസിക്കും പോലീസും വിശദമായ പരിശോധന നടത്തി. ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടിലാണ് ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും. കാർ കത്തിത്തുടങ്ങുന്ന സമയത്ത് തന്നെ വലിയ സ്ഫോടന ശബ്ദം കേട്ടുവെന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നു. ഇതെങ്ങനെ ഉണ്ടായതാണ് എന്നതിൽ ഫോറൻസിക്കിനും വ്യക്തതയില്ല. വെള്ളിയാഴ്ച രാത്രി 9 ഭർത്താവ് രജിൻലാലിനൊപ്പമുള്ള യാത്രക്കിടയിൽ കാർ കത്തി സോന മരിച്ചത്. രജിൻലാലിന് 65% പൊള്ളൽ. പൊള്ളലേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് രജിൻലാൽ. ഭാര്യയ്ക്ക് യാത്രാമൊഴി നൽകാൻ ഭർത്താവ് എത്തിയില്ല. ഭർത്താവായ രജിൻലാലിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പെൺകുട്ടിയുടെ വീട്ടുകാർ രംഗത്തെത്തി. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെങ്കിൽ കാർ ഇത്തരത്തിൽ കത്തില്ലെന്നും മനഃപൂർവ്വം കത്തിച്ചതാണെന്നും സംശയം പടർന്നിരുന്നു. ഇക്കാര്യം ഫോറൻസിക് അന്വേഷണ റിപ്പോർട്ടിലുമുണ്ട്. കാർ കത്തി മരിച്ച ഗർഭിണി സോനയുടെ അമ്മാവൻ ഗുരുതര സംശയങ്ങൾ കേരള സമൂഹത്തിന് മുന്നിൽ വയ്ക്കുന്നു. അമ്മാവൻ സത്യൻ കാറിനുള്ളിൽ മാരകമായ എന്തോ വെച്ചിരുന്നു എന്നുറപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് സോനയെ മുൻസീറ്റിലിരുത്താതെ പിന്നിലിരുത്തിയത്. ഈ അപകടത്തിൽ കുടുംബത്തിലുള്ളവർക്കൊക്കെ വലിയ സംശയം. രജിൻലാലിൻ്റെ നാട്ടുകാരും സമാന സംശയം ഉന്നയിച്ചിരുന്നു. രജിൻ്റെ ആരോഗ്യനില ഗുരുതരമെന്ന് രജിൻ്റെ കുടുംബം പറയുന്ന വിവരം മാത്രമേ തങ്ങൾക്കുള്ളൂ. യഥാർത്ഥത്തിൽ എത്ര ശതമാനം പൊള്ളലേറ്റു എന്നതിൽ പോലും വ്യക്തതയില്ല. സോനയുടെ അമ്മാവൻ ഉയർത്തുന്ന ഗുരുതര സംശയങ്ങൾ ഇവയൊക്കെയാണ്. അപകടമുണ്ടായപ്പോൾ തോട്ടിൽ ചാടി രക്ഷപ്പെടാനാണ് രജിൻ ശ്രമിച്ചത്. പിന്നിലെ ഡോർ തുറന്നില്ല. കാറിനുള്ളിൽ മറ്റൊരാൾ ഉള്ളതായും രക്ഷാപ്രവർത്തനത്തിനെത്തിയ നാട്ടുകാരോട് രജിൻലാൽ വിളിച്ചു പറഞ്ഞില്ല. വെറും വെപ്രാളം മാത്രം കാണിക്കുകയായിരുന്നു. സംഭവത്തിലെ സത്യാവസ്ഥ പുറത്തു വരണം. അപകടത്തിൽ രജിനെ സംശയമുണ്ടെന്നും പോലീസിനും വനിതാ കമ്മീഷനിലും പരാതി നൽകാൻ ഒരുങ്ങുകയാണെന്നും സോനയുടെ വീട്ടുകാർ. രജിൻലാൽ ഗൾഫിലുള്ളപ്പോഴാണ് ഇരുവരും തമ്മിൽ സമൂഹ മാധ്യമത്തിലൂടെ അടുത്തത്. വിവാഹത്തിന് ഇരുവരും തയ്യാറെടുക്കുകയും ചെയ്തു. എന്നാൽ രജിൻ ഇതിനിടയിൽ മറ്റൊരു യുവതിയുമായി ബന്ധത്തിലായി. സോനയെ വിട്ട് ആ യുവതിയെ വിവാഹം കഴിക്കാൻ രജിൻ തീരുമാനിച്ചു. ഇതറിഞ്ഞ സോന വടകര റെയിൽവേ സ്റ്റേഷൻ സമീപത്തെത്തി ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കാൻ ശ്രമിച്ചിരുന്നു. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടത്തിയ മധ്യസ്ഥ ചർച്ചയിൽ സോനയെ വിവാഹം കഴിക്കാം എന്ന് രജിൻ ഉറപ്പ് നൽകി. ഇതിൻ്റെ തുടർച്ചയായിരുന്നു ഇരുവരുടെയും വിവാഹം. എന്നാൽ ഇരുവർക്കുമിടയിൽ പിന്നീട് വലിയ വഴക്ക് പതിവായി. വിവാഹത്തോട് ഇരു വീട്ടുകാർക്കും എതിർപ്പ്. 2023 സോനയും രജിനും വിവാഹം രജിസ്റ്റർ ചെയ്തതും. വയൽ പ്രദേശത്തെ തോട്ടിനരികിലാണ് സംഭവം ഉണ്ടായത് എന്നതുകൊണ്ട് തന്നെ ഓടിക്കൂടിയ നാട്ടുകാർക്ക് തീ കെടുത്താൻ സഹായമായി. ഓടിക്കൂടിയ നാട്ടുകാർ ചാനലുകളോട് ഇക്കാര്യം വിശദമാക്കുകയും ചെയ്തു. കാർ കത്തുന്നത് കണ്ട് തങ്ങൾ ഓടിക്കൂടി. ഒരു സ്ഫോടന ശബ്ദത്തിന് ശേഷമായിരുന്നു കാർ കത്തിയത്. പെട്ടെന്ന് തന്നെ ഡോർ തുറന്ന് രജിൻ പുറത്തേക്ക് ചാടി. സോന പിൻസീറ്റിലുണ്ട് എന്ന് തങ്ങൾ അറിഞ്ഞില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാറിൻ്റെ തീ ഏറെക്കുറെ കെടുത്തിയതിന് ശേഷമാണ് പിൻസീറ്റിലിരിക്കുന്ന സോനയെ കാണുന്നത്. അപ്പോഴേക്കും വല്ലാതെ ഗുരുതരാവസ്ഥയിലായിരുന്നു. സൗണ്ട് കേട്ടിട്ട് ഓടി വന്നായിരുന്നു. വന്നപ്പോൾ വണ്ടി ഇങ്ങനെ കത്തുന്നതാണ് കാണുന്നത്. അപ്പോഴാണ് ആൾക്കാർ ഓടുകൂടി കെടുത്തി സൗണ്ടെല്ലാം വെള്ളമൊഴിച്ച് ഈ കെടുത്തിയപ്പോഴാണ് ഉള്ളിൽ 30% കെടുത്തിയതിന് ശേഷമാണ് ഉള്ളിൽ ആളുള്ളത് അറിയുന്നത്. പണയാൾ പെട്ടെന്ന് കമ്പിപ്പാരും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഡോറെല്ലാം കുത്തി പൊളിച്ച്. അപ്പോൾ ചെറുങ്ങനെ ജീവൻ ഉണ്ടായിരുന്നു. അപ്പോൾ എടുത്തിപ്പോൾ പുറത്തേക്ക് ഇട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന വൈക്ക് ജീവൻ ഉണ്ടായിരുന്നു. ഓൻ ആദ്യം ചാടി പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. അപ്പോൾ ഓനൊരു ഡ്രസ്സിനൊക്കെ തീപിടിച്ച് അപ്പോൾ മൂപ്പർ തന്നെ തോട്ടിലേക്ക് ചാടി തീ കെടുത്തിയായിരുന്നു. മൂപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി കളിക്കുകയായിരുന്നു വെപ്രാളം കൊണ്ട്. 80% തീ കെടുത്തി കഴിഞ്ഞതിന് ശേഷമാണ് ഉള്ളിൽ ആളുണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ അയാൾക്ക് 95% പോയിട്ട് പൊള്ളലേറ്റിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ തന്നെ കമ്പിപ്പാരും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഡോറ് കുത്തി പൊട്ടിച്ച് ആളെടുത്ത് പുറത്തേക്ക് ഇട്ട് കുറച്ച് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴേക്കന്നെ പിന്നെ ഫയർ സേഫ്റ്റിന്റെ ആംബുലൻസും കാര്യങ്ങളൊക്കെ വന്ന് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. സുമാർ ഒരു 9 മണിക്ക് അങ്ങനെ ആയിരിക്കും. അന്നേരമാണ് ഈ ഒരു ഒച്ചയോടുകൂടി കത്തുന്ന കാണുന്നേരാണ് എൻ്റെ ശ്രദ്ധയപ്പെടുന്നത്. അങ്ങനെ ആ ബക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് വന്ന് അപ്പോഴത്തേക്ക് ഇവിടെ ആൾക്കാർ ഓടി എത്തിക്ക് ഫയർഫോഴ്സിലേക്ക് വിളിച്ച്. അപ്പോൾ ഇത് തീ നാട്ടുകാരാണ് അണിച്ചത്. നാട്ടുകാർ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പോഴേക്കും ഫയർഫോഴ്സ് എത്തിയിരിക്കും. കാറൊക്കെ വെട്ടിപ്പൊളിച്ചിട്ട് തന്നെ സോണിയനെ പുറത്തെടുത്തത്. പുറം സൈഡിൽ കിടക്കുകയായിരുന്നു. ബാക്ക് സീറ്റിൽ കിടക്കുകയായിരുന്നു. അതുകൊണ്ടാണ് കാണാതായത്.
അതുപോലെ തീയോട് കൂടിയാണ് പുറത്തേക്ക് ഓടി തോട്ടിൽ വെള്ളത്തിലേക്ക് വീഞ്ഞത് കൊണ്ടാണ് ഓന് അപകടം കുറച്ചെങ്കിലും ഒഴിവാക്കി കിട്ടിയത്. ഇത് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ വെള്ളത്തുള്ളിയിട്ട് ഇങ്ങനെ ആളുകളോട് ഇങ്ങനെ ഒന്നും പറയാനാത്ത അവസ്ഥ. അങ്ങനെയാണ് പിന്നെ ഇവർ കൂട്ടം നില വെളിവിടാം. പിന്നെ ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. ഒരു 5-6 ആള് ബക്കറ്റ് ഇട്ടാണ് വന്നത്. അങ്ങനെ ഞാനും ബക്കറ്റ് ഇട്ട കാരണം ഞാൻ കമ്പിപ്പായ കൊണ്ടൊരു അഥവാ ഇപ്പം രക്ഷപ്പെട്ടാൽ രക്ഷപ്പെടില്ലാന്ന് പറഞ്ഞ പോലെയായത്. കാരണം ഫുള്ള് തീ പിടിച്ചിട്ട് എവിടെ ഫുള്ളായിപ്പോയിക്ക് ഒരു ഡ്രസ്സും ഓളമേത്തില്ല. എല്ലാം കത്തി ഉരുകി ഇതായിപ്പോയിക്ക്. ഈ വണ്ടിയുടെ ഉള്ളിൽ മാത്രമേ കത്തിക്കുള്ളൂ. പുറമെ തീയിൻ്റെ ഒരു പാടുമില്ല. എഞ്ചിൻ കത്തിക്കില്ല, ബാറ്ററി കത്തിക്കില്ല. ബാറ്ററിയൊക്കെ ഞങ്ങൾ കമ്പിപ്പാറ കൊണ്ട് കുത്തിയിട്ട് എടുത്തു തന്നെ കണക്ഷൻ തരികയാണ്. വണ്ടി ഇങ്ങനെ ഒച്ച നിന്ന്. ഇനിയാണ് മറ്റ് ചില സംശയങ്ങൾ നാട്ടുകാർ എത്തുമ്പോഴേക്കും രജിൻലാൽ കാറിൽ നിന്ന് ചാടി പുറത്തിറങ്ങി. കൈയുയർത്തി രക്ഷിക്കണമെന്ന് വിളിച്ചു പറയുന്നുണ്ട്. ശരീരത്തിലെ വസ്ത്രങ്ങളിൽ പടർന്ന തീ കത്തിക്കൊണ്ടിരുന്നതിനാൽ സമീപത്തെ ചെറുതോട്ടിലേക്ക് ചാടി. തോട്ടിലേക്ക് താടി തൻ്റെ ശരീരത്തിൽ പടർന്ന തീ രജിൻലാൽ സ്വയം കെടുത്തുകയായിരുന്നു. സമീപത്തെ വീട്ടുകാരൊക്കെ ബക്കറ്റുകളുമായി എത്തി തോട്ടിൽ നിന്ന് വെള്ളം മുക്കി ഒഴിച്ച് അഗ്നിരക്ഷാസേന എത്തുന്നതിന് മുൻപ് തന്നെ തീ കെടുത്തി. കാറിൽ ഒരാൾ കൂടി ഉണ്ട് എന്നാദ്യം രക്ഷാപ്രവർത്തകർക്ക് മനസ്സിലായതേയില്ല. ഇനിയാണ് മറ്റു ചില സംശയങ്ങൾ. ഇത് നാട്ടുകാരുയർത്തിയ സംശയമല്ല, എൻ്റെ മനസ്സിലുണ്ടായ ഒരു സംശയമാണ്. കാറിൻ്റെ സെൻട്രൽ ലോക്ക് തുറന്നാണ് രജിൻ തോട്ടിലോട്ട് ചാടിയതെങ്കിൽ പിൻവശത്തുള്ള ഡോർ നാട്ടുകാർക്ക് തുറക്കാമായിരുന്നു. എന്നാൽ പിൻവശത്തുള്ള ഡോർ ലോക്കായ നിലയിൽ തന്നെ ആയിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. ചുരുക്കത്തിൽ ഡ്രൈവർ സീറ്റിന് സൈഡിലുള്ള ആ ഡോറിൻ്റെ മാത്രം ലോക്കെടുത്ത് രജിൻ പുറത്തേക്ക് ചാടി. അപ്പോഴും പിൻവശത്തെ ഡോർ ലോക്കായ നിലയിലാണ് എന്ന് രജിൻ മനസ്സിലാക്കിയിരിക്കാം. പിൻസീറ്റിൽ കിടക്കുകയായിരുന്ന സോന ഇവരുടെ മുകളിലേക്കാണ് കാറിൻ്റെ മുകൾ ഭാഗം അടർന്നു വീണത്. അതിനാൽ പുറത്തു നിന്നുള്ളവർക്ക് പെട്ടെന്ന് കാണാൻ കഴിഞ്ഞിരുന്നില്ല. കാറിൻ്റെ പിൻവാതിൽ ലോക്കായ നിലയിലായതുകൊണ്ട് ഏറെ നേരം പരിശ്രമിക്കേണ്ടി വന്നു. ഒടുവിൽ ചില്ല് പൊട്ടിച്ചാണ് ബെഡ്ഷീറ്റിൽ കിടത്തി സോനയെ പുറത്തെടുത്തത്. ശരീരത്തിലെ വസ്ത്രങ്ങളെല്ലാം കത്തി എല്ലാം ഒട്ടിപ്പിടിച്ച ഒരു രീതിയിലും. കാറിൽ നിന്ന് സോനയെ പുറത്തെടുക്കുമ്പോൾ ജീവനുണ്ടായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഫോറൻസിക് സംഘവും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി ഇക്കഴിഞ്ഞ ദിവസം ശനിയാഴ്ച രാവിലെ പരിശോധന നടത്തി. കാറിൻ്റെ ഉൾവശം മാത്രമാണ് കത്തിയത്. ബോണറ്റിൻ്റെ എഞ്ചിൻ ഭാഗം കത്തിയിട്ടില്ല എന്നത് ഫോറൻസിക് ശ്രദ്ധയിൽപ്പെട്ടു. കാറിൻ്റെ ഉൾവശം പൂർണ്ണമായി കത്തിയമർന്നു. എന്നാൽ എഞ്ചിൻ ഭാഗത്ത് തീപിടുത്തമുണ്ടായില്ല. പിൻസീറ്റ് പൂർണ്ണമായും കത്തി. മുൻഭാഗം വരെ തീയെത്തി. എന്നാൽ ബോണറ്റിനുള്ളിലേക്ക് തീ പടർന്നിട്ടില്ല. തീപിടുത്തം എങ്ങനെയുണ്ടായി എന്നതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. കത്താതെ ശേഷിച്ച തുണികൾ, ബാഗിൻ്റെ അവശിഷ്ടം, മൊബൈൽ ഫോൺ, കാറിലുണ്ടായിരുന്ന വെള്ളത്തിൻ്റെ സാമ്പിൾ തുടങ്ങിയവ പരിശോധനയ്ക്കായി കൊണ്ടുപോയി. എഞ്ചിനും AC-യും ഒക്കെ സുരക്ഷിതമാണ്. പെട്രോൾ ടാങ്കിൽ ചോർച്ചയുമില്ല. ഡോർ ലോക്കായി സോന ഉള്ളിൽ കുടുങ്ങിയതും സംശയാസ്പദമാണ്. എന്തുകൊണ്ട് ഗർഭിണിയായ ഭാര്യയെ രക്ഷിക്കാൻ ഒരു ശ്രമവും നടത്താതെ രജിൻ തോട്ടിലേക്ക് ചാടി? വീടിനടുത്ത് എത്തിയപ്പോഴാണ് ഈ തീപിടുത്തമുണ്ടായത്. അതും ഒരു ചെറുതോടിൻ്റെ കരയിൽ വെച്ച്. തീപിടുത്തമുണ്ടായി കൃത്യമായി തോട്ടിലേക്ക് ചാടാനും രജിന് കഴിഞ്ഞു. ഇതൊക്കെ തികച്ചും സംശയാസ്പദമാണ്. എന്തുകൊണ്ടാണ് തീപിടുത്തമുണ്ടായത് എന്നതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താൻ കഴിയാതെ അണയാത്ത പുക പോലെ ഇപ്പോഴും ഒരുപിടി സംശയങ്ങൾ ബാക്കി. സാധാരണ ഇത്തരം തീപിടുത്തങ്ങളിൽ വില്ലൻ എഞ്ചിൻ ഭാഗം തന്നെയാണ്. അവിടെ ഒരു തീപിടുത്തവും ഉണ്ടായില്ല. എന്നാൽ ഇവിടെ മറ്റു ചില സംശയങ്ങൾ രജിൻലാലിൻ്റെ കുടുംബക്കാർ ഉന്നയിക്കുന്നു. ഭാര്യയുടെ ഗർഭകാല പരിചരണങ്ങൾക്കാണ് കൃത്യം 1 മാസം മുൻപ് രജിൻ നാട്ടിലെത്തിയത്. ഭാര്യയെ കൊലപ്പെടുത്താനായി എന്തിന് രജിൻ നാട്ടിലെത്തണം? പലേരി കുയുമ്പിൽ കള്ളിക്കണ്ടി വിത്തൽ ശ്രീനിവാസൻ്റെയും വസന്തയുടെയും മകളാണ് സോന. ഈ ദാരുണാന്ത്യം ഉൾക്കൊള്ളാൻ ആ കുടുംബത്തിന് കഴിയുന്നില്ല. ഫോറൻസിക് വിഭാഗം നടത്തിയ പ്രാഥമിക പരിശോധനാ റിപ്പോർട്ട് പുറത്തു വന്നതോടെ കടുത്ത സംശയങ്ങൾ ഉയരുന്നു. എല്ലാം അസ്വാഭാവികമെന്ന് വ്യക്തം. കാറിൻ്റെ മുൻഭാഗത്തുള്ള എഞ്ചിൻ റേഡിയേറ്റർ ഭാഗത്തു നിന്ന് തീ പടരാനുള്ള യാതൊരുവിധ സാധ്യതയുമില്ല എന്ന് ഫോറൻസിക് അടിവരയിട്ട് പറഞ്ഞു. കാറിൻ്റെ മുൻഭാഗത്ത് കാര്യമായ കേടുപാടുകൾ സംഭവിക്കാത്ത സാഹചര്യത്തിൽ തീപിടുത്തത്തിൻ്റെ കേന്ദ്രം കാറിൻ്റെ പിൻഭാഗമാണ്. ഒരു സ്ഫോടന ശബ്ദം കേട്ടു എന്നതും കൂടുതൽ ദുരൂഹത വളർത്തുന്നു. മോട്ടോർ വാഹന വകുപ്പും പോലീസും ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. കൂടുതൽ വിശദവും ശാസ്ത്രീയവുമായ പരിശോധനകൾക്ക് ശേഷമേ യഥാർത്ഥ കാരണം കണ്ടെത്താൻ കഴിയൂ എന്നാണ് അവരുടെ നിലപാട്. സോന 6 മാസം ഗർഭിണിയായിരുന്നു. റോഡിലൂടെ പോയ കാറിൽ നിന്ന് പെട്ടെന്ന് തീ ഉയരുന്നു. ഇത് കണ്ട സമീപത്തെ വയലിൽ നിന്നും നാട്ടുകാർ ഓടിയെത്തി. കാറിൻ്റെ മുൻഭാഗത്ത് വലിയ രീതിയിൽ തീയൊന്നുമില്ല. വലിയ സംശയമാണ് ഇതിന് പിന്നിൽ.
കാറിൻ്റെ സെൻട്രൽ ലോക്ക് തുറക്കാതെ എന്തിന് രജിൻലാൽ പുറത്തേക്ക് ചാടി? അതും സ്വന്തം ഡോറിൻ്റെ ലോക്ക് മാത്രം തുറന്നുകൊണ്ട്. ഓടിക്കൊണ്ടിരിക്കുന്ന കാറുകൾക്ക് തീപിടിച്ച നിരവധി സംഭവങ്ങൾ കേരളത്തിൽ നടക്കാറുണ്ട്. ഇവിടെ ഗൗരവമേറിയ മറ്റൊരു സംശയം കൂടിയുണ്ട്. ഗർഭിണിയായ ഭാര്യയെ എന്തിനൊറ്റയ്ക്ക് പിൻസീറ്റിലിരുത്തി? അപകട സമയത്ത് കാറിനുള്ളിൽ എന്തെങ്കിലും തരത്തിൽ എളുപ്പം തീപിടിക്കുന്ന വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നോ? ചികിത്സയിൽ കഴിയുന്ന ഭർത്താവിൻ്റെ മൊഴി രേഖപ്പെടുത്തിയാൽ മാത്രമേ വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ കഴിയൂ എന്നാണ് പോലീസിൻ്റെ നിലപാട്. സോന മരിക്കാനിടയായ ഈ കാർ തീപിടുത്തത്തിൻ്റെ നിഗൂഢതകൾ എത്രയും പെട്ടെന്ന് കൃത്യതയോടെ തെളിയിക്കേണ്ടിയിരിക്കുന്നു. വലിയ സംശയത്തിൻ്റെ മൂടുപടമാണ് ഇതിനു പിന്നിൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.